ശുദ്ധ 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 സർവശക്ത ദേവ, ഭക്തഗീതം കാലേ ഞങ്ങൾ അങ്ങുയർത്തുമേ. പാപം ശാപം പോക്കും കാരുണ്യായ യഹോവ, ദേവ ത്രിയേക ഭാഗ്യതൃത്വമേ. ശുദ്ധ 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 സർവദിവ്യ വാഴ്ത്തി ആർത്തു പൊൻകിരീടങ്ങൾ നിൻ കാൽക്കൽ വീഴ്ത്തുന്നു. ആസ്തയോടു ദൂത വൃന്ദവും പുകഴ്ത്തി ആദ്യന്തഹീന നിന്നെ വാഴ്ത്തുന്നു. ശുദ്ധ 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 കൂരിരുളണഞ്ഞു ഭക്തിഹീനൻ നിൻ പ്രഭാവം കാണായെങ്കിലും, വിശുദ്ധൻ നീ മാത്രം തുല്യനില്ല എങ്ങും. ആർദ്രത സത്യം ശക്തി ഒന്നിലും. ശുദ്ധ 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 സർവനാഥ ദേവ, സ്വർഗം ഭൂമി സൃഷ്ടി സർവം നിന്നെ വാഴ്ത്തുന്നു. ശാപദോഷം പോക്കും കാരുണ്യായ യഹോവ, ദേവ ത്രിയേക ഭാഗ്യതൃത്വമേ. അഹ്റോനണച്ചധൂപം പോൽ പ്രാർത്ഥന സ്വീകരിക്കാം. നിനുവർയാചനയതുപോലെ ശുശ്രൂഷ കൈക്കൊള്ള. കടലിൽ യോനായി കരുളിയ പോൽ അടിയാർക്കുത്തരം അരുളിടുക. ശോഭനിറഞ്ഞോരാലയത്തിൽ വസിക്കും പരിശുദ്ധ
മാമോദീസ ഏറ്റുകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഏകപുത്രനും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ ചില മനുഷ്യരെ ജീവരക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കന്യകമറിയാം ജനം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോട് ജീവനും വിശുദ്ധരുമായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെസ്സിഹാ തമ്പുരാനേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ. കുരിയേലായിസോൻ. കുരിയേലായിസോൻ.
സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലിഹന്മാരുടെയും പരിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കഴിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന വലിയ കർത്താവിന് കേൾപ്പിൻ. കാഴ്ച കടത്ത് അതിൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ പരിശുദ്ധമുള്ള എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്മാൻ ലുൽമീൻ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടെ ഞങ്ങളെ ഉയർത്തുന്നവരാക്കട്ടെ. വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹം നാമെല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ പ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടായിരുന്നു. മുഴുവൻ തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നോ നടുപ്പാൻ വിശ്വവെളിച്ചമോ സുവിശേഷം നീ തന്നതിനാൽ സ്തോത്രം. നിന്നറിയിപ്പിൽ നിർവചനം കേൾക്കയാൽ നിന്നെ മഹത്വീകരിപ്പാൻ യോഗ്യരാക്ക ഞങ്ങളെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന്
അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിരന്തരവുമായി ഗ്രഹിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ യാഗമായി അർപ്പിക്കുകയും തൻ്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തൻ്റെ വിലാവ് തുറന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത പശ്ചാത്ത പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹോശോ എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളെ ഓർക്കാതെ വണ്ണം മായ്ച്ച ഇല്ലാതെയാക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പരിപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള ഈ നിന്റെ സർവ്വമക്കളുടെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ചു നല്ലവനെ ഏതേതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധി ബോധമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാണെന്ന് മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനമുള്ള ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്ക് നൽകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങളും കരയേറ്റുവാനായിട്ട് തന്നെ. ഹോശോ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ നോക്കി വിളിക്കുന്നവരിൽ നിന്ന് സ്തുതിയാകുന്ന യാഗം കൈക്കൊള്ളുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പാപികളായ നിന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധ യാഗപീഠത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും യാഗങ്ങളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ യാഗം നിനക്ക് അംഗീകാരയോഗ്യമായി തീരുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നല്ലവനായ നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങളുടെ മേലും വെക്കപ്പെട്ടിരിക്കുന്ന അപ്പവീഞ്ഞുകൾ മേലും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിന്മേലും വന്ന് ആവസിക്കുമാറാകണമേ. അവനോടുകൂടെയും നിന്റെ പരിശുദ്ധ റൂഹായോട് കൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എല്ലാ കാലവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ദൈവത്തിൽ നാം പ്രാപിക്കുവാനും ഭാവികളുമായി നാം ആമേൻ എന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പുത്രൻ പരിശുദ്ധനാകുന്നു. ഇവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്നേ ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചെല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോടുള്ളവനും സകലസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരെ രക്ഷിക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി
വിശുദ്ധമായ കന്യമറിയാം ജനിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിധി പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ നീ വരുവാനിരിക്കുന്നതുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശ്വയും കാതോലിക അപ്പോസ്തലികവുമായ ഏകവിശുദ്ധസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ക്രിസ്തു കീർത്തനങ്ങൾ 498 പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന അത്രേ. ക്രിസ്തു കീർത്തനങ്ങളിൽ 498. ഇത്ര സൗഭാഗ്യമേ, ഇത്ര സന്തോഷമേ, ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ലവനാം, ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാ. ഇത്ര സൗഭാഗ്യമേ, ഇത്ര സന്തോഷമേ, ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ലവനാം, ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാ. നല്ല സ്നേഹിതനായി, നല്ല പാലകനായി ഇല്ല യേശുവെ പോലൊരുവൻ. നല്ല സ്നേഹിതനായി, നല്ല പാലകനായി ഇല്ല യേശുവെ പോലൊരുവൻ. എല്ലാ നേരത്തിലും ഏതു കാര്യത്തിലും വല്ലഭൻ വേറെ ആരുമില്ല. എല്ലാ നേരത്തിലും ഏതു കാര്യത്തിലും വല്ലഭൻ വേറെ ആരുമില്ല. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇടവകയായും കുടുംബങ്ങളായും വ്യക്തികളായും ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ദീർഘായുസോട് ഞാനൊരു തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും എന്നുള്ള നിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. നമ്മുടെ ആയുസോടെ ആരോഗ്യത്തോടെ ഇരിപ്പാൻ തക്കോണം കർത്താവ് നൽകുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ കർത്താവിൻ്റെ പുണ്യം നൽകുന്ന ശരീരവും രക്തവും കഴിപ്പാൻ തക്കോണം ഞങ്ങളെ യോഗ്യരാകുന്നതുകൊണ്ട് സ്തോത്രം. ഈ ആരാധന സമൂഹത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഏറിയ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കുകയും ഞങ്ങളെ നന്മകളാൽ നിറയ്ക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് ഇന്ന് വീണ്ടും കർത്താവിനെ മുഖതപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ ശരീരവും രക്തവും കഴിപ്പാൻ ഒരവസരം കൂടെ കർത്താവ് നൽകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എവൻഗേലിയനായി വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുന്നു. അതാണ് നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നു. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് നല്ലതാണെങ്കിൽ എല്ലാം നല്ലതാണ്, കണ്ണ് മോശമാണെങ്കിൽ എല്ലാം കുഴപ്പമാണ്. അതാണ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ആരാണുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ നിക്ഷേപം ഉള്ളിടത്താണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയം എവിടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എവിടെയാണ് നമ്മുടെ ഹൃദയം? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. എന്തുകൊണ്ടാണ്? മക്കൾ നമ്മുടെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ്, അല്ലെ ചെയ്യാൻ ഒക്കത്തില്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. വളരെ സിമ്പിൾ ലോജിക്കാണ്. കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിൽ ആരാണോ ഉള്ളത് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു കഥയുണ്ട്.
ആ കഥയിൽ ഒരു പെൺകുട്ടി ബസ് വന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവും. ആ ഒരു സ്ഥലത്ത് ഒരു ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ചുടുകാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ചുടുകാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരിച്ചവരെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. പോകുന്ന വഴിക്ക് ആ പെൺകുട്ടി ഒരു പൂക്കട കണ്ടപ്പോൾ പറഞ്ഞു, ഒന്ന് നിർത്തിക്കേ. അവൾ നിർത്തി. കുറച്ച് പൂക്കൾ അവൾ വാങ്ങിച്ചു. എന്നിട്ട് ഈ ഓട്ടോറിക്ഷയിൽ പോയിട്ട് ആ ചുടുകാട്ടിലേക്ക് പോയി ഒരു കല്ലറയുടെ മുമ്പിൽ നിന്നും ഈ പൂക്കൾ അവിടെ സമർപ്പിച്ചു. കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. കുറേ കരച്ചിലും കുറേ നേരത്തെ അവിടുത്തെ സമയമൊക്കെ ചെലവഴിച്ചതിന് ശേഷം വീണ്ടും ഈ പെൺകുട്ടി ഈ ഓട്ടോറിക്ഷയിൽ കയറി തിരിച്ച് ജംഗ്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ അവിടെ ഒത്തിരി കരയുന്ന കണ്ടല്ലോ, നീ ഏങ്ങലടിക്കുന്ന കണ്ടല്ലോ, നീ എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ ആട്ടല്ലോ, അതാരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നൊരു മറുപടിയുണ്ട്, അതെൻ്റെ ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു, അതെൻ്റെ ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു എന്ന്. നമ്മുടെ ഹൃദയത്തിൽ ആരാണോ ഉള്ളത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ പറഞ്ഞു ഈ പുഴുവും തുരുമ്പും ഒക്കെ എടുക്കുന്ന ഈ ലോകത്തിലാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ, അവിടെയാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പ്രയാസകരമാണ്. എന്നാൽ നിലനിൽക്കുന്നതായ ചില നിക്ഷേപങ്ങൾ ഉണ്ടാവണം, അവിടെ ആയിരിക്കണം നമ്മുടെ ഹൃദയം ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരിക്കൽ ഇങ്ങനൊരു ഒരാളുടെ കഥയാണ്. ഇങ്ങനെ ഒരു ദരിദ്രനായിട്ടുള്ളൊരു കർഷകനുണ്ടായിരുന്നു. അയാൾ ജോലി ചെയ്തത് വലിയൊരു സ്ത്രീയുടെ ഏക്കർ കണക്കിന് പുരയിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയുടെ വീട്ടിലാണ്. ഇപ്പോൾ ഈ കർഷകനെ വയ്യാതെ കിടക്കുകയാണ്, കുറേ നാളായിട്ട് വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം തൻ്റെ യജമാനത്തെ ഒന്ന് കാണണം. ഒരു വലിയ ദൂരമൊന്നുമല്ല താമസിക്കുന്നത്, ഒരു കൂടിപ്പോയാൽ ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ തൻ്റെ മകനെ വിട്ടിട്ട് ഈ അപ്പൻ പറഞ്ഞു, അമ്മയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമോ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കാണണം. അപ്പോൾ ഈ മകൻ അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ അപ്പനെ നിങ്ങളെ ഒന്ന് കണ്ടാക്കൊള്ളാം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാനിങ്ങനെ ദാരിദ്ര്യം പിടിച്ചവന്മാരെ ഒന്നും കാണാൻ പോകുന്ന കാര്യമില്ല. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നാൾ ഇയാൾ ഇവിടെ ജോലി ചെയ്യുമായിരുന്നു, ഒരു പക്ഷേ എൻ്റെ പിള്ളേരെ ഇനി നിങ്ങൾ നോക്കിക്കോണമെന്ന് പറയാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സഹായം ചോദിക്കാൻ, വയ്യ കിടക്കുമല്ലേ, എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും, എന്തിനാ അവനെ കാണാൻ പോകുന്നത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ കാണാൻ പറ്റത്തില്ല, നിങ്ങളുടെ അപ്പനോട് പറഞ്ഞാൽ ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അസുഖം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ പറഞ്ഞു, മോനെ ഒന്നുകൂടെ ഒന്ന് ചോദിടാ, അവർ മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ഈ സ്ത്രീ പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല, എനിക്ക് വരേണ്ട ആവശ്യമില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഇദ്ദേഹത്തിൻ്റെ അസുഖം അങ്ങ് ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് ഈ അപ്പനൊന്നും പറയുന്നില്ല. ആ സമയത്ത് ഈ മകൻ ഓടി, അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഓടി ഈ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ഈ യജമാനത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ അമ്മയോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ അപ്പൻ എന്തോ നിങ്ങളോട് സംസാരിക്കാനുണ്ട്, നിങ്ങളുടെ പുരയിടത്തിൽ എവിടെയോ കിടക്കുന്ന ഒരു നിധിയെപ്പറ്റിയാണ് പറയാനുള്ളത്, നിങ്ങളോട് മാത്രമേ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ പുരയിടത്തിൽ എവിടെയോ ഒരു നിധി കിടപ്പുണ്ട്, അതേപ്പറ്റി നിങ്ങളോട് മാത്രമേ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പെണ്ണുമ്പള്ളി ഇട്ടിരിക്കുന്ന ഡ്രസ്സോട് കൂടി ഓടിവാണ് അയാളെ കാണാനായിട്ട് ഓടിച്ചാടി ആ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഇദ്ദേഹം മരിച്ചുപോയി. അയാൾക്ക് ഒന്നും. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ശിഷ്ടകാലം ആ സ്ത്രീ ഇല്ലാത്തൊരു നിധിയെ അന്വേഷിച്ചുകൊണ്ട് അവിടെ പാടെ അലഞ്ഞു നടന്നതാണ്. നമ്മുടെ നിക്ഷേപം എവിടെയാണോ ഉള്ളത് അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും. അതുകൊണ്ട് കല്ലറയിൽ അവസാനിക്കുന്ന ഒരു നിക്ഷേപമായിരിക്കരുത് നമുക്കുണ്ടാവേണ്ടത്, നിത്യതയോളം പോകുന്ന ഒരു വലിയ നിക്ഷേപം ഉണ്ടാക്കണം. ആ നിക്ഷേപം നമുക്ക് നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ നിങ്ങളുടെ പറമ്പിലോ ആകരുത്, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലായിരിക്കണം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ഇത്രയും ആയുസ് തന്നു, ഇത്രയും ആരോഗ്യം തന്നു, ഇത്രയും ദൈവം നമ്മളെ ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി. അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി, എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി, എൻ്റെ നിക്ഷേപങ്ങളെല്ലാം നിത്യതയ്ക്ക് വേണ്ടി എന്നുള്ള വലിയൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരും ഈ രാവിലത്തെ വിശുദ്ധ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നതിൽ, നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ചട്ടയും മുണ്ടുമൊക്കെ കൊടുക്കുന്ന അമ്മച്ചിമാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ എൻ്റെ വല്യമ്മച്ചി പെട്ടെന്ന് എൻ്റെ വല്യമ്മച്ചിയെ ഓർക്കുകയാണ്. ചട്ടയും മുണ്ടുമൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ആരാധനയെ സംബന്ധിക്കുന്നതായ ആ വലിയ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. പഴയ അനുഭവത്തിലേക്ക് പോവുകയാണ്. ഞാൻ പട്ടം വയ്ക്കുന്ന കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ വല്യമ്മച്ചിയാണ്. പക്ഷേ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതിനുമ്പേ അമ്മച്ചി, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് അമ്മച്ചി മരിച്ചുപോയി. എന്നാൽ അമ്മച്ചിയുടെ മുഖം ഈ ചട്ടയും മുണ്ടും കൊടുത്ത് പള്ളിയുടെ മുമ്പിലിരിക്കുന്ന രൂപം എനിക്ക്
എൻ്റെ അമ്മച്ചിമാർ വന്നിരിക്കുന്നത് കാണുമ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുകയാണ് ചെയ്യും. അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ ദൈവം തന്നല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളാണ് ഈ സഭയുടെ അനുഗ്രഹം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരുടെ അനുഗ്രഹം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ സഭയിലെ മെത്രാച്ചന്മാരുടെ അനുഗ്രഹം. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ല. നിങ്ങളാണ് ഞങ്ങളെ താങ്ങിയത്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ആരാധന സമൂഹത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിക്ഷേപമുള്ളത് കർത്താവെ നിന്നിലായിരിക്കാൻ, ഈ ലോകമോഹങ്ങളിലല്ല, മറിച്ച് നിത്യതയോളം നിൽക്കുന്നതായിട്ടുള്ള വലിയൊരു ബന്ധത്തെപ്പറ്റി ഉള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന സമൂഹത്തെ ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ ശരീരവും രക്തവും കഴിപ്പാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവെ നിൻ്റെ സത്യത്തിലും ആത്മാവിലും ഇത്രത്തോളം നാൾ ആരാധിച്ച് നിന്നെ മുഖത്തിപ്പെടുത്തിയ സന്തോഷത്തോടുകൂടി ആത്മബലത്തോടുകൂടി കർത്താവെ ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ മധ്യത്തിലും കർത്താവ് നൽകുന്ന ബലത്തിനായ സ്തോത്രം, കർത്താവ് നൽകുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം അധികമായി ശക്തീകരിച്ച് ഏറിയ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കുകയും വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് തങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത് ആ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടോ എഴുന്നേറ്റോ ഈ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റു ചൊല്ലാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലതയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവർ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിടിച്ചു നിന്നെ ഏറ്റു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റ് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരമായ കൂട്ടായ്മയിലും പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. കർത്താവേ, നിൻ വാതിലിൽ മുട്ടുന്നു അടിയങ്ങൾ. നിന്നാലയം ചേർന്നു ഞങ്ങൾ അനുഗ്രഹമിരക്കുന്നു. കർത്താവേ, ഈ സമയത്തെ പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുലസ്വാൻ ലുൽമീൻ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം.
മശീഹ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള കർത്താവും ദൈവമേ, തിരുസന്നിധിയിൽ തലകളെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്തോത്രമാകുന്ന വലിയ നിരപ്പിലും സമാധാനത്തിനും അണയ്ക്കപ്പെടുന്നു. എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിയ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടവായുരത്തിലെ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പരിശുദ്ധൻ 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 സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവരാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷകരമായ പീഡാനുഭവത്തിന് ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. മുറിച്ച് തന്റെ വിശുദ്ധമുള്ള സ്നേഹന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന തന്റെ ശരീരമാകുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. തന്റെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസയും അവനെടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ത്രീയന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ധനികർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിപകരം നൽകുന്ന പരിപരമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും
സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു പറയുന്നു. ലാബോ കാതമറോ സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്ത ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസയിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. മേൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ ബബുകുലസ്ബാൻ ലുൽമീൻ. കർത്താവേ, നാല് ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യൂയാക്കീം മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സഭകൾ മെത്രാപ്പോലീത്തമാരെയും തോമസ് മാർ തിമത്തയോസ്, ഐസക് മാർ ഫീലിക്സനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രേം, ജോസഫ് മാർ വാനിയോസ്, മാത്യൂസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശിശന്മാർ ശമാശന്മാർ മുതലായി പട്ടണത്തിനടുത്ത എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തിന് മരിച്ച വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ അർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആർദ്രമതി വാതിലിൽ മുട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നാദങ്ങളുടെ ഭാരയ്ക്കുമോ കുരിയലായിസോ. നല്ലവനെ കേട്ടു യാചനകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൽകണമേ നിൻ കാരുണ്യത്താൽ ഭാരയ്ക്കുമോ കുരിയലായിസോ. സകലത്തിൻ്റെ ഉടയനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും
തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വെച്ചത്യമുള്ള അതിൻ്റെ റുഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, നിന്റെ ദൃഷ്ടിയിൽ ഞങ്ങളുടെ ജീവനെ പകർന്നേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനെ വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ മറ്റുമായ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രായതികത്തിലും ക്ഷീണത്തിലുമുള്ളവരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ് വിടുതൽ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും നിലനിൽപ്പാൻ തങ്ങളുടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് തങ്ങളുടെ ഹൃദയം കർത്താവിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഏറിയ വിശ്വാസത്തോടും പ്രത്യാശയോടും യാത്ര ചെയ്യുവാൻ തക്കണം ഒരുക്കണമേ. നമുക്ക് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയ്ക്ക് പ്രിയപ്പെട്ട മക്കളിലൂടെയൊക്കെ ലഭിച്ച നേതൃത്വത്തെ ഓർക്കാം. അവരുടെ പ്രാർത്ഥന, പിന്തുണ, പിൻബലം എത്രയോ അനുഗ്രഹകരമായിരുന്നു. പ്രായതികത്തിൻ്റെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുമ്പോഴും കർത്താവ് നൽകുന്ന എല്ലാ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. ഇന്നിവിടെ പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും വരാൻ സാധിക്കാതെ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രത്യേകം നമുക്ക് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ മുറ്റുമായി ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നാളെ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസ്, പ്രത്യേകിച്ച് ഭവനങ്ങൾ തോറും നമ്മൾ സന്ദർശിക്കുന്നത് എല്ലാം അനുഗ്രഹകരമായി തീരണമേ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇടവയിലെ വിദ്യാർത്ഥി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, രോഗത്തിലൂടെ കടന്നു പോകുന്നവരെ, ക്ഷീണത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാം നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ ഏൽപ്പിക്കാം. കടപ്പെട്ടിരിക്കുന്ന ആളുടെ വിധങ്ങളായ വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമുക്കിവിടെ കടന്നു വരുവാൻ തക്കൊണ്ട് ദൈവം വരാൻ സഹായിച്ചാലും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കൃപയെ ശരണപ്പെട്ടുകൊണ്ട് ഏറിയ വിശ്വാസത്തോടും പ്രത്യാശയോടും തുടർന്ന് യാത്ര ചെയ്യാൻ തക്കണം. നമ്മളെ ഓരോരുത്തരെയും ഇടവകയായും കുടുംബങ്ങളായും വ്യക്തികളായും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് സംഗ്രഹിക്കുകയും ചെയ്യാം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാതനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ തിരുമുൻപാകെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെയാകുന്നു. ആമേൻ. തന്റെ കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ എന്റെ തിരുവേരിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായും നമ്മോടുകൂടെ കർത്താവ് തിരുനാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഓർത്തവരെ പിൻ
മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെ ആകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. ബാരക്കുമോ ആദ്യം മുതൽ നീക്കും തന്നെ. ആമീൻ. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലേക്കുണർത്തുമ്പോൾ ഞങ്ങളെയും നീയോ കേണമേ. സൗമൻ കാലോസ് കുരിലായിസോൻ. സ്വന്തമനത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദമെന്ന് സ്തുതി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം വന്ദിരം സ്തുത്യനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും എനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ നേക്കുമുള്ള പതുക്കത്തിനുമായി വരുവാനിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ല അതിന്റെ പോലെ നേരിട്ട് കടങ്ങളുടെ പരിഹാരം സ്വർഗാശ്വാസം എല്ലാറ്റിലും എവിടെയും തൻ കൈ തന്നെ നടത്തുന്നു. നടത്തുന്നാൻ തൻ കൈയാൽ നാം നടത്തുന്നാൻ തൻ പിൻഗാമി ശാന്തത്തിൽ താൻ വൻകാറ്റിൽ താൻ തൻ കൈ തന്നെ നടത്തുന്നു. നടത്തുന്നാൻ തൻ കൈയാൽ നാം നടത്തുന്നാൻ തൻ പിൻഗാമി ആയിടും ഞാൻ തൻ കൈയാൽ നടത്തുന്നാൻ. കർത്താൻ നിന്നിൽ കൈവയ്ക്കും ഞാൻ പശ്ചാത്താപ പേട പിന്നെ എന്ന
കൃപയാൽ ജയം നേടി മൃത്യുകാലം പേടിക്കാൻ ഞാൻ യോർദാനിൽ നീ നടത്തുന്നു തൻ കൈയാൽ മാം നടത്തും നാൻ തൻ പിൻകാമി ആയിടും ഞാൻ തൻ കൈയാൽ മാം നടത്തും നാൻ കർത്തൻ എന്നെ നടത്തുന്നു എത്ര ഭാഗ്യം സ്വർഗാശ്വാസം എല്ലാറ്റിലും എവിടെയും തൻ കൈയാൽ നടത്തുന്നു. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ ഞങ്ങൾക്ക് ആർക്കായിരിക്കും യാതൊരുമായി ഭവിക്കാതെ കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കരുണ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ പരിശുദ്ധ റൂഹാടി കൂട്ടായ്മയ്ക്ക് യോഗ്യതകളായിട്ടും ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുവാനായിട്ട് തന്നെ ഹോശോ അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ കർത്താവും ദൈവമേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനു ശേഷം തിരുസന്നിധികളെ ഞങ്ങൾ വണങ്ങുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയൊരു അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെ പരിശുദ്ധ റൂഹാപരാനോട് ആസ്വദിപ്പാൻ തക്കോണം ഞങ്ങളോട് കരുണയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എപ്പോഴും സർവകാലത്തേക്കും തന്നെ. താങ്ങുക വൃദ്ധരെ മധ്യവയസ്കരെ ശുദ്ധീകരിക്കാം, യുവഹൃദയങ്ങളെ ശക്തീകരിച്ചു ഭരിച്ചിടണമേ. സ്ത്രീകൾക്കാകെ പരിപാകതയും നൽകിയിടണമേ. പൈതങ്ങളെയും കുഞ്ഞുങ്ങളെയും വളർത്തിയിടണമേ. രോഗികൾ സൗഖ്യം, വ്യാധിതർ സുഖവും, ദുർബലർ തുണയും, ക്ഷുത്താൽ പീഡിതരായവർ തൃപ്തിയും അനുഭവിക്കണമേ. നിർധനരെയും അനാഥരെയും പാലിക്കണമേ. നിന്ന ഐശ്വര്യത്താലവരെ നീ പോഷിപ്പിക്കാം. കർത്താവേ, തിരുസന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന ദാസന്റെ പ്രാർത്ഥനയോടും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടപെടലുകളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്കൾക്ക് അനുഗ്രഹിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. ക്രിസ്തീശുവിൻ കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച്
സംബന്ധിച്ച എല്ലാവരോടും ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.